നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാര്യയുടെ കാമുകനെ കൊലപ്പെടുത്തി ഭർത്താവ്. ഭാര്യയും ഭർത്താവും ചേർന്നാണ് കാമുകനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. സംഭവം ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലാണ്. ഭാര്യയും ഭർത്താവും ചേർന്ന് ഭാര്യയുടെ കാമുകനെ കൊലപ്പെടുത്തി വീടിനുള്ളിൽ കുഴിച്ചിടുകയായിരുന്നു. ഈ സംഭവം പുറം ലോകം അറിഞ്ഞത് ഈ വീട്ടിനുള്ളിൽ നിന്നും ദുർഗന്ധം പുറത്തു വന്നതിന് പിന്നാലെ ഗ്രാമവാസികൾ ഈ വീട്ടിൽ നിന്ന് വലിയ രീതിയിലുള്ള ദുർഗന്ധം സഹിക്കാനാകാതെ ഗ്രാമവാസികൾ പോലീസിൽ വിവരമറിയിക്കുന്നു. പോലീസ് എത്തുന്നു. പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ക്രൂരമായ കൊലപാതകം നടന്നതിൻ്റെ സംഭവ വികാസങ്ങൾ, അതിൻ്റെ നിർണായക വിവരങ്ങൾ പുറത്തു വന്നത്. കേസുമായി ബന്ധപ്പെട്ട് റീത്ത എന്ന യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരുടെ ഭർത്താവ് രാം പ്രകാശ് നിലവിൽ ഒളിവിലാണ്. അമിത് റൈദാസ് എന്നയാളാണ് കൊല്ലപ്പെട്ടത്. അതിക്രൂരമായിട്ടാണ് ഭർത്താവും ഭാര്യയും ചേർന്ന് അമിത് റൈദാസിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. 2016 ഫതോഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള രാംപ്രകാശിനെ റീത്ത എന്ന യുവതി വിവാഹം ചെയ്തത്. ഈ ദമ്പതികൾക്ക് 2 ആൺമക്കളുണ്ട്. ഈ ബന്ധത്തിൽ 2020 ഭർത്താവുമായി പിണങ്ങി റീത്ത സ്വന്തം വീട്ടിലേക്ക് മാറുന്നു. ഈ കാലയളവിലാണ് ഈ വ്യക്തി റൈദാസുമായി, അതായത് അമിത് റൈദാസുമായി റീത്ത സൗഹൃദത്തിലാകുന്നത്. റീത്തയുടെ സഹോദരങ്ങൾ മരിച്ചു. ഇതോടെ വീട്ടിൽ ഒറ്റയ്ക്കായി റീത്ത. പിന്നാലെ അമിതും റീത്തയ്ക്കൊപ്പം താമസിക്കാൻ തുടങ്ങി. വൈകാതെ തന്നെ ഇവർക്കൊരു മകളുണ്ടായി. പക്ഷേ അടുത്ത കാലത്തായി റീത്ത തൻ്റെ ഭർത്താവ് രാംപ്രകാശുമായി വീണ്ടും അടുത്തു തുടങ്ങി. മാത്രമല്ല, അയാൾ ഇടയ്ക്കിടെ റീത്തയെ കാണാൻ വീട്ടിലെത്താറുമുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ജൂലൈ 29 രാത്രിയിൽ അമിത് റീത്തയുടെ വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് ഭർത്താവ് രാംപ്രകാശ് അവിടേക്ക് വന്നത്. പിന്നാലെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുന്നു, വലിയ വാക്ക് തർക്കമുണ്ടാകുന്നു, കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തുടർന്ന് രാംപ്രകാശ് റീത്തയും ചേർന്ന് അമിതിനെ കൊലപ്പെടുത്തുകയായിരുന്നു. റീത്തയുടെ സാരി ഉപയോഗിച്ച് അമിതിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം മൃതദേഹം വീടിനുള്ളിൽ തന്നെ കുഴിച്ചു മൂടുകയും ചെയ്തു. ഒന്നും സംഭവിക്കാത്തതുപോലെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹം അഴുകി ദുർഗന്ധം പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. ഇതോടെ ഗ്രാമവാസികൾക്ക് സംശയമുണ്ടാകുന്നു. അവർ റീത്തയോട് കാര്യം ചോദിക്കുന്നു. പിന്നാലെ റീത്ത ഭയന്നു ഗ്രാമത്തലവനോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം തന്നെയാണ് പോലീസിൽ വിവരം അറിയിച്ച് പോലീസ് എത്തി മൃതദേഹം കുഴിച്ചെടുത്തത്. വീടിൻ്റെ തറ കുഴിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത്. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം അയച്ചിരിക്കുകയാണ്. അമിതിൻ്റെ സഹോദരൻ രഞ്ജിത്ത് റൈദാസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. റീത്തയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒളിവിൽ പോയ രാംപ്രകാശിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.